സ്റ്റോറി സ്പേസിലേക്ക്, ഈ കഥയിടത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. വിക്രമാദിത്യ കഥകളിൽ ഇന്ന് 4ാമത്തെ സാലഭഞ്ജികയായ ചന്ദ്രലേഖ പറഞ്ഞ കഥ കേൾക്കാം. സിംഹാസനാരോഹണത്തിനുള്ള തയ്യാറെടുപ്പോടെ 4ാം ദിവസവും ഭോജരാജാവ് എത്തി. പടികൾ കയറാൻ തുടങ്ങി. 3 പടി കടന്ന് 4ാമത്തേതിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ആ പടിക്കു കാവൽ നിന്ന പ്രതിമ കൈനീട്ടി. അവിടെ നിൽക്കുക മഹാരാജാവേ. എൻ്റെ 3 സഖികളും പറഞ്ഞതൊക്കെയും കേട്ട് തലകുലുക്കി അങ്ങ് വീണ്ടും ഈ ഉദ്യമത്തിന് ഒരുങ്ങുകയാണോ? പ്രതിമയുടെ വാക്കുകൾ കേട്ട് ഭോജരാജൻ അവിടെ നിന്നു. സമ്മതിച്ചു, നിങ്ങളുടെ രാജാവ് മഹാനായിരുന്നു. മറ്റു 3 പേർ പറഞ്ഞതിനപ്പുറം ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഭോജരാജാവ് ചോദിച്ചു. പറയാനുണ്ടോ എന്നോ? സാഗരം പോലെ മഹത്വമുള്ള, ഹിമവാന്റെ ഔന്നത്യമുള്ള ഒരു മഹാനുഭാവനെക്കുറിച്ചാണോ അങ്ങിങ്ങനെ ചോദിച്ചത്? എത്ര പറഞ്ഞാലും തീരില്ല വിക്രമാദിത്യ മഹാരാജാവിൻ്റെ കഥകൾ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചന്ദ്രലേഖ എന്നു പേരുള്ള ആ സാലഭഞ്ജിക കഥയിലേക്ക് കടന്നു. 6 മാസത്തെ ഭരണത്തിന് ശേഷം അടുത്ത കാടാറ് മാസത്തിനുള്ള കാലമായി. ഇനി 6 മാസം വിക്രമാദിത്യ ചക്രവർത്തി സ്വരാജ്യം വിട്ട് സഞ്ചാരത്തിലായിരിക്കും. ഇക്കുറി വനസഞ്ചാരത്തിന് പുറപ്പെട്ടപ്പോൾ മന്ത്രിയായ ഭട്ടിയെയും കൂടെ കൂട്ടി. ശൃംഗാരവനത്തിലേക്കാണ് യാത്ര. കുറച്ചുനാൾ നമുക്കൊന്നിച്ചുകൂടാം. രാജ്യഭരണത്തിൻ്റെ പിരിമുറുക്കം ഒന്ന് മാറട്ടെ. വിക്രമാദിത്യൻ്റെ അഭിപ്രായം സ്വീകരിച്ച് ഭരണച്ചുമതല മറ്റു മന്ത്രിമാരെ ഏൽപ്പിച്ച് വിക്രമാദിത്യനും ഭട്ടിയും പുറപ്പെട്ടു. നഗരത്തിൻ്റെ തിരക്കില്ല, ഉത്തരവാദിത്തങ്ങളുടെ കുരുക്കുമില്ല. സ്വച്ഛം, സുഖദം, ശാന്തം. വനവീഥിയിലൂടെ അവർ ഏറെ നേരം നടന്നു. ക്ഷീണിച്ചപ്പോൾ പുഴവക്കത്തെവിടെയും വിശ്രമിക്കാം എന്ന് കരുതി വെള്ളമൊഴുകുന്ന ശബ്ദം ശ്രദ്ധിച്ച് നടന്നു. അവരെത്തി നിന്നത് നിരപ്പായ സ്ഥലത്താണ്. ചെറുവൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുകളും ആ ഇടം മനോഹരമാക്കിയിരുന്നു. അതിൻ്റെ അങ്ങേയറ്റത്ത് ഉയർന്ന തറ, അത് ചുറ്റി വള്ളിപ്പടർപ്പ്. ആ മണ്ഡപത്തിനപ്പുറം താഴേക്കിറങ്ങാൻ കരിങ്കൽ പടികൾ. പടിയിറങ്ങി ചെല്ലുന്നത് കുളപ്പുരയിലേക്കാണ്. കുളപ്പുരയിൽ നിന്ന് കാലെടുത്ത് വെച്ചാൽ പുഴയായി. ശാന്തമായി തിരക്കുകൂട്ടാതെ ഒഴുകുന്ന പുഴ. ഇതിനപ്പുറം മറ്റെന്താണ് വേണ്ടത്? വിക്രമാദിത്യനും ഭട്ടിയും പുഴയിലിറങ്ങി വിസ്തരിച്ചൊരു കുളി നടത്തി. അതിനുശേഷം മണ്ഡപത്തിലെ ഇളം തണുപ്പിൽ ചെമ്പകഗന്ധം ഏറ്റ് കുറേ നേരം വെറുതെ ഇരുന്ന് കാറ്റുകൊണ്ടു. ഇവിടെയെങ്ങും ചെമ്പകമരമോ പൂവോ കാണുന്നില്ല. പിന്നെ എവിടെ നിന്നാണ് ഈ പൂമണം? വിക്രമാദിത്യൻ ചോദിച്ചു. ആ സമയം അതുവഴി കുറേ വഴിപോക്കർ നടന്നു വരുന്നുണ്ടായിരുന്നു. അവരിലൊരാൾ വിളിച്ചു പറഞ്ഞു, ഏയ്, നിങ്ങൾ രാജകുമാരിയുടെ കുളിക്കടവിലിരുന്ന് എന്തു ചെയ്യുകയാണ്? ശിക്ഷ കിട്ടിയേ അടങ്ങൂ എന്നാണോ? വിക്രമാദിത്യനും ഭട്ടിയും മുഖത്തോട് മുഖം നോക്കി. ആദ്യം തന്നെ അവർക്ക് സംശയം തോന്നിയതാണ്. വനത്തിന് നടുവിൽ ഇത്ര മനോഹരമായൊരു കുളിപ്പുരയും വിശ്രമ മണ്ഡപവും പണി കഴിപ്പിക്കണമെങ്കിൽ അത് രാജാവിനല്ലേ കഴിയൂ? ഏതു രാജകുമാരി? വിക്രമാദിത്യൻ ചോദിച്ചു. ഇവിടെ ഇരുന്നെന്ന് കരുതി രാജകുമാരി എന്തിനാണ് ഞങ്ങളെ ശിക്ഷിക്കുന്നത്? ഭട്ടിയും ഒപ്പം ആരാഞ്ഞു. നിങ്ങൾ ഈ ദേശത്തുള്ളവരല്ലെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ആദ്യം എഴുന്നേൽക്കുക. ഇങ്ങോട്ട് വന്നാൽ മറുപടി തരാം, വഴിപോക്കൻ അറിയിച്ചു. വിക്രമാദിത്യനും ഭട്ടിയും മണ്ഡപം വിട്ടെഴുന്നേറ്റ് അവരുടെ സമീപമെത്തി. വിജയനഗരത്തിലെ വിജയപ്രദീപൻ എന്ന രാജാവിൻ്റെ ഓമനപുത്രി ചെമ്പകഗന്ധി പുരുഷന്മാരെ കാണില്ല. കുമാരി ഇരിക്കുന്ന മണ്ഡപത്തിൽ ഇന്നുവരെ വേറാരും കയറിയിരുന്ന് വിശ്രമിച്ചിട്ടുമില്ല. അപരിചിതരായതുകൊണ്ടാണ് നിങ്ങൾ ഈ സാഹസത്തിന് മുതിർന്നത്. എന്തുമാകട്ടെ, ഞങ്ങൾ ഇതാരോടും പറയുന്നില്ല. വേഗം സ്ഥലം വിടുക. എല്ലാ വ്യാഴാഴ്ചയും കുമാരി ഈ പുഴയിൽ കുളിക്കാൻ വരും. വഴിപോക്കർ മുന്നറിയിപ്പ് കൊടുത്തിട്ട് സ്ഥലം വിട്ടു. ചെമ്പകഗന്ധി വിശ്രമിക്കുന്ന സ്ഥലത്ത് പോലും പൂവിൻ്റെ മണം തങ്ങി നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ അവരെത്ര സുന്ദരിയായിരിക്കും? വിക്രമാദിത്യൻ ഓർത്തു. ഭട്ടി, എനിക്ക് ആ സുന്ദരിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ട്. എന്താണ് വഴി? ഭട്ടി ആലോചിക്കുകയായിരുന്നു. പുരുഷന്മാരെ സമീപത്തെങ്ങും വരാൻ അനുവദിക്കാത്ത ആ രാജകുമാരിയെ എങ്ങനെ സമീപിക്കും? പിന്നെങ്ങനെ വർത്തമാനങ്ങൾ അറിയും?
പിറ്റേന്ന് ഒരു വ്യാഴാഴ്ചയായിരുന്നു. ഭട്ടി ഒരു സ്ത്രീയുടെ വേഷമെടുത്ത് രാജകുമാരിയുടെ വരവും പ്രതീക്ഷിച്ച് കാത്തിരുന്നു. വിക്രമാദിത്യൻ കുറെ അകലെ മാറിയിരുന്നു. സൂര്യൻ ഉദിക്കുന്നതോടൊപ്പം രാജകുമാരിയുടെ സംഘവും എത്തിച്ചേർന്നു. 1000 തോഴിമാരോടൊപ്പമായിരുന്നു കുമാരിയുടെ എഴുന്നള്ളത്ത്. നിലാവിലെന്ന പോലെ തരുലതാദികൾ കുളിരണിഞ്ഞു നിന്നു. കിഴക്ക് നിന്ന് വീശിയ കാറ്റ് ചെമ്പകപ്പൂമണം വനത്തിലാകെ പരത്തി. 1000 തോഴിമാരിൽ ഒരാളായി ഭട്ടിയും കൂടി. തോഴിമാരുടെ സംഖ്യ അത്രയേറെ ആയതിനാൽ അവരന്യോന്യം തിരിച്ചറിഞ്ഞില്ല. വിസ്തരിച്ചുള്ള നീരാട്ടും പാട്ടും നൃത്തവും മണ്ഡപത്തിലിരുന്ന് ചതുരംഗം കളിയും ഒക്കെ കഴിഞ്ഞപ്പോൾ നേരം സായാഹ്നമായിരുന്നു. എല്ലാവരും മടങ്ങിപ്പോയി. അവരോടൊപ്പം വേഷം മാറിയ ഭട്ടിയും ഉണ്ടായിരുന്നു. വിജയനഗരത്തിലെ രാജകുമാരിയുടെ മാളികയിലേക്ക് കയറാൻ 7 കോട്ട കടക്കണം. തോഴിമാരെല്ലാം പുറത്തേ നിൽക്കൂ. വളരെ അടുത്ത 4 സഖികൾ മാത്രമാണ് 7ാം കോട്ടവാതിലും കടന്ന് ഉള്ളിൽ പ്രവേശിച്ചത്. കോട്ടവാതിൽ കടക്കാനാവാതെ ഭട്ടി പുറത്തേക്ക് പോന്നു. കാരണം അന്തഃപുരത്തിൽ മറ്റാളുകൾക്ക് പ്രവേശനമില്ല. അതിനുള്ളിലെങ്ങാനും ചെന്നുപെട്ടാൽ ആ ക്ഷണം പെൺകാവലാളുകൾ പിടികൂടും. തൻ്റെ വേഷം കൊട്ടലൊക്കെ പൊളിയും. ഭട്ടി തിരികെ നടന്നു. തൻ്റെ യാത്ര വൃഥാവിലായെന്ന് കണ്ടതിൽ നേരിയ ഇച്ഛാഭംഗവും തോന്നി. മടങ്ങി വരുന്ന വഴി ക്ഷീണം തോന്നിയപ്പോൾ തൻ്റെ സ്ത്രീവേഷമെല്ലാം മാറ്റി കുളിച്ച് കിട്ടിയ ഫലങ്ങൾ കഴിച്ച് സമീപം കണ്ട ഒരു കൽത്തറയിൽ ഇത്തിരി വിശ്രമിക്കാമെന്ന് കരുതി. നല്ല ക്ഷീണമുണ്ടായിരുന്നതിനാൽ അവിടെ കുറേ നേരം കണ്ണടച്ചങ്ങനെ ഇരുന്നു. ആ സമയം ഒരു താപസൻ കുളി കഴിഞ്ഞ് അതുവഴി നടന്നു വരുന്നുണ്ടായിരുന്നു. വഴിയരികിൽ കണ്ണടച്ചു കിടന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ താപസൻ ഒന്ന് നിന്നു. ഒരു വട്ടം സൂക്ഷിച്ചു നോക്കി. പിന്നാലെ തൻ്റെ ഭാര്യ കുളിച്ചു വരുന്ന കാര്യം ഓർമ്മിച്ചു. ഇത്ര സുമുഖനും മുഖതേജസ്സുമുള്ള പുരുഷനെ അവൾ കാണുന്നതായാൽ സംശയമില്ല മോഹിച്ചു പോകും. വെറുതെ എന്തിന് പ്രലോഭനത്തിനുള്ള അവസരം നൽകണം? ഇയാളെ ഒരു സ്ത്രീയാക്കി മാറ്റാം. താപസൻ മെല്ലെ പറഞ്ഞിട്ട് തൻ്റെ കൈവശമിരുന്ന ഒരു വേരിൻ്റെ തൊണ്ട് മന്ത്രം ചൊല്ലി ഭട്ടിയുടെ സമീപമിട്ടു. ഭട്ടി എന്നിട്ടും കണ്ണു തുറന്നില്ല. താപസന്റെ ഭാവം എന്തെന്നറിയണമല്ലോ. വേര് തൻ്റെ സമീപത്തിട്ട് ആ താപസൻ നടന്നുപോയപ്പോൾ ഭട്ടി മെല്ലെ കണ്ണു തുറന്നു. താനൊരു സുന്ദരി പെണ്ണായി മാറിയിരിക്കുന്നു. ഇതെന്ത് മറിമായം എന്നോർത്ത് ആശ്ചര്യപ്പെട്ടിരിക്കെ ദൂരെ നിന്ന് ആരോ വരുന്നത് പോലെ തോന്നി. ആ വേര് തൻ്റെ ഭാണ്ഡത്തിൽ ഒളിപ്പിച്ച് വീണ്ടും കണ്ണടച്ചു കിടന്നു. നടന്നു വന്നത് ആ താപസന്റെ പത്നിയായിരുന്നു. കുളി കഴിഞ്ഞ് നോക്കിയപ്പോൾ ഭർത്താവിനെ കണ്ടില്ല. അങ്ങേരെ എവിടെ പോയി എന്നാലോചിച്ച് നടന്നപ്പോൾ അതാ കരിങ്കൽ തറയിൽ ഒരു സുന്ദരി ഉറങ്ങിക്കിടക്കുന്നു. അവളുടെ അംഗലാവണ്യം കണ്ട് താപസപത്നി ഒരു നിമിഷം അത്ഭുതപ്പെട്ടുപോയി. ഈ പെണ്ണിൻ്റെ സൗന്ദര്യം തന്നെ ഇത്ര ആകർഷിച്ചുവെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ കാര്യം പറയണോ? മൂപ്പർ ഇതുവഴി വന്ന് ഈ പെണ്ണിനെ എങ്ങാനും കണ്ടാൽ സംഗതി കുഴയും. താപസനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുരുത്തക്കേട് തോന്നാൻ പെരുത്തു നേരമൊന്നും വേണ്ട. തൽക്കാലം ഇവളൊരു പുരുഷനായി മാറട്ടെ. ഇങ്ങനെ വിചാരിച്ച് അവർ തൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു വേര് ഭട്ടിയുടെ സമീപത്തിട്ടു. എന്നിട്ട് അവിടെ നിന്ന് നിഷ്ക്രമിക്കുകയും ചെയ്തു. അടുത്ത ക്ഷണം താൻ പഴയതുപോലെ ഭട്ടിയായി മാറിയത് കണ്ട് അദ്ദേഹം വീണ്ടും അതിശയിച്ചു. പിന്നെ താമസിച്ചില്ല. 2 ആളും നൽകിയ വേരുകളും കയ്യിലെടുത്ത് വിക്രമാദിത്യൻ്റെ മുന്നിലെത്തി. ഭട്ടിയെ കാണാഞ്ഞ് കാത്തിരിപ്പായിരുന്നു രാജാവ്. അപ്പോഴാണ് ഭട്ടിയുടെ വരവ്. കണ്ടപാടെ വിക്രമാദിത്യൻ ഭട്ടിയോട് വൈകാനുണ്ടായ കാരണം ചോദിച്ചു. ഒന്നും പറയണ്ട. സ്ത്രീവേഷം കെട്ടിപ്പോയി. പിന്നെ സ്ത്രീയായി മാറി. അത് കഴിഞ്ഞ് പുരുഷനായിട്ട് വേണ്ടേ അങ്ങയുടെ മുന്നിലെത്താൻ? ഭട്ടി പറഞ്ഞു. വിക്രമാദിത്യന് കാര്യം പിടികിട്ടിയില്ല. ഭട്ടി താൻ പോയതു മുതലുള്ള സംഭവങ്ങൾ വിശദീകരിച്ചു. 7 മതിൽക്കെട്ടിനപ്പുറം അന്തഃപുരത്തിൽ പുരുഷനെ കാണാതെ വസിക്കുന്ന ചെമ്പകഗന്ധിയെപ്പറ്റി കേട്ടപ്പോൾ രാജാവിന് കൗതുകമായി. പിന്നീട് ഭട്ടി മടങ്ങി വന്ന് പുഴയോർത്ത് വിശ്രമിച്ചതും ആദ്യം താപസനും പിന്നീട് പത്നിയും രൂപപരിണാമം വരുത്തിയതും അറിഞ്ഞപ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിച്ചുപോയി. അത് വല്ലാത്തൊരനുഭവം തന്നെ, വിക്രമാദിത്യൻ പറഞ്ഞു. പക്ഷേ ആ അനുഭവം നമുക്ക് ഗുണകരമാകാനും മതി. തൻ്റെ കൈവശമിരുന്ന 2 വേരുകൾ ഉയർത്തിക്കാട്ടി ഭട്ടി പറഞ്ഞു. വിക്രമാദിത്യൻ സാഗൂതം ആ വേരുകളിലേക്ക് നോക്കി. ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനും പോരുന്ന മാന്ത്രിക വേരുകൾ.
അവ എന്തു ചെയ്യാനാണ് ഭാവിക്കുന്നതെന്ന് വിക്രമാദിത്യൻ ചോദിച്ചു. ഞാൻ കുന്തളദേശത്തെ ശല്യരാജൻ്റെ വേഷമെടുക്കുകയാണ്. അങ്ങയെ ഞാൻ ഈ വേരുകാട്ടി വിക്രമണി എന്ന രാജ്ഞിയാക്കാൻ പോകുന്നു, ഭട്ടി പറഞ്ഞു. അതായത് ഞാനിനി കുറേ കാലം പെണ്ണായി ജീവിക്കണമെന്ന് അല്ലേ? ഭട്ടിയുടെ ഉദ്ദേശം പൂർണ്ണമായി തന്നെ വിക്രമാദിത്യന് മനസ്സിലായി. അടുത്ത ദിവസം രാവിലെ വിശേഷാൽ 2 അതിഥികൾ എത്തിയതായി വിജയപ്രതാപനെ ഭൃത്യൻ വന്നറിയിച്ചു. രാജകീയ വേഷം ധരിച്ച ഭട്ടിയും കൂടെ സുന്ദരിയായ ഒരു യുവതിയും കടന്നു വന്നു. വിജയപ്രതാപൻ ചോദ്യഭാവത്തിൽ അവരെ സ്വീകരിച്ചിരുത്തി. ഞാൻ കുന്തളദേശത്ത് നിന്ന് വരുന്ന ശല്യരാജനാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ലേശം ശല്യം ചെയ്യാനുള്ള വരവാണ്, ഭട്ടി പറഞ്ഞു. കുന്തളദേശത്തെക്കുറിച്ചോ അവിടുത്തെ രാജാവ് ശല്യരാജനെക്കുറിച്ചോ മുൻപ് കേട്ടിട്ടില്ലെങ്കിലും വിജയപ്രതാപൻ ഭട്ടിയെ ബഹുമാനത്തോടെ നോക്കി. രാജ്യത്തിൻ്റെ കാര്യം കഷ്ടത്തിലാണെന്ന് പറയാതെ വയ്യ. വിക്രമാദിത്യ മഹാരാജാവിൻ്റെ അധീനതയിലാണിപ്പോൾ. നല്ല സംഖ്യ കപ്പം കൊടുക്കണം. അതിനി 1000 പണം കൂടി വേണ്ടി വരുന്നു. വാണിജ്യാവശ്യങ്ങൾക്കായി വന്ന കുറച്ച് കപ്പലുടമകൾ പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പിരിച്ചെടുക്കുന്നതുവരെ പണയമായി ഈ വിക്രമണിയെ സ്വീകരിച്ച് എനിക്ക് 1000 പണം കടം തരണം. സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ആര് വന്നാലും ഉപേക്ഷിക്കരുതെന്നാണ് നീതിശാസ്ത്രം. ഇതിപ്പോൾ ഒരു രാജാവ് തന്നെയാണ് കൈനീട്ടി നിൽക്കുന്നത്. കൊടുത്തേ പറ്റൂ. വിജയപ്രതാപൻ വേഗം 1000 പണം വായ്പയായി ഭട്ടി എന്ന ശല്യന് നൽകി. വിക്രമണിയെ പണയമായി സ്വീകരിച്ച് അന്തഃപുരത്തിലേക്ക് വിട്ടു. രാജ്ഞിയാണ്, അർഹിക്കുന്ന ബഹുമാനം നൽകേണ്ടതുണ്ട്. വിക്രമണി വന്നത് നന്നായി, മകൾക്കൊരു കൂട്ടായി എന്ന് ചിന്തിച്ചു വിജയപ്രതാപൻ. ഭട്ടി ആ പണവുമായി നേരെ പോയി വനത്തിന് നടുവിൽ ഒരു സ്ഥലത്ത് അത് കുഴിച്ചിട്ടു. അതിനു സമീപം ഒരു അണ്ണാൻ ചത്തുകിടന്നിരുന്നു. ഭട്ടി തൻ്റെ ശരീരം സൂക്ഷിച്ചു കൊള്ളണമെന്ന് പറഞ്ഞ് വേതാളത്തെ ഏൽപ്പിച്ചിട്ട് ആ അണ്ണാനിലേക്ക് തൻ്റെ ജീവനെ പ്രവേശിപ്പിച്ചു. ചത്തുകിടന്ന അണ്ണാൻ ചാടി എഴുന്നേറ്റു. വിക്രമണിക്ക് ചെമ്പകന്തിയുടെ സൗഹൃദം ഇഷ്ടമായി. ഏതാനും ദിവസങ്ങൾക്കകം അവരിരുവരും ഇണപിരിയാ ചങ്ങാതിമാരായി മാറി. ഒരു ദിവസം ചെമ്പകന്തിയുടെ മുന്നിൽ വിക്രമണി അല്പം മുഖം കറുപ്പിച്ച് മിണ്ടാതെയിരുന്നു. ചെമ്പകത്തിന് ആ ഭാവമാറ്റത്തിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ഇന്നെന്തു പറ്റി? പിണക്കമാണോ? ചെമ്പകന്തി ചോദിച്ചു. ഞാൻ ഇണങ്ങിയാൽ എന്ത്, പിണങ്ങിയാൽ എന്ത്? കുമാരിക്ക് എന്നോട് ഇത്രയും സ്നേഹമല്ലേ ഉള്ളൂ? വിക്രമണി പരിഭവത്തോടെ പറഞ്ഞു. അയ്യോ, ഇതെന്താണ് ഇങ്ങനെ പറയുന്നത്? എനിക്ക് സ്നേഹം കുറവാണെന്നോ? കുമാരി ചോദിച്ചു. അതെ, എനിക്ക് അങ്ങനെ തോന്നുന്നു. ചിലർ വാക്കിൽ മാത്രമാണ് സൗഹൃദം സൂക്ഷിക്കുക, പ്രവൃത്തിയോടടുക്കുമ്പോൾ തനിനിറം കാട്ടും, വിക്രമണി പറഞ്ഞു. അങ്ങനെയുള്ള ചങ്ങാതിമാരെ പറ്റി കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മനസ്സും 2 ശരീരവുമായി ജീവിക്കുന്ന സുഹൃത്തുക്കളുമില്ലേ? നല്ല കൂട്ടുകാരെ കിട്ടിയില്ലെങ്കിൽ ജീവിതം വൃഥാവിലാവുക തന്നെ ചെയ്യും. ഇങ്ങനെ പറഞ്ഞിട്ട് രാജകുമാരി ചെമ്പകന്തി ഒരു കഥ പറഞ്ഞു. ഒരു രാജ്യത്ത് ചിത്രസേനൻ എന്നൊരു രാജകുമാരനും വിജയൻ എന്നൊരു വേടനും ഗുരുകുലത്തിൽ ഒന്നിച്ചു പഠിച്ചു താമസിച്ചിരുന്നു. വിജയൻ തൻ്റെ കുലത്തൊഴിലായ വേട്ട ഉപേക്ഷിച്ച് മറ്റു വിദ്യകൾ പഠിക്കാനെത്തിയതാണ്. ദാരിദ്ര്യം കലശലായുണ്ട്. ചിത്രസേനൻ ഇടയ്ക്കിടെ അവനെ സമാധാനിപ്പിക്കും. ഞാൻ ഒരു ദിവസം രാജാവാകും, അന്ന് നിന്റെ ദാരിദ്ര്യമെല്ലാം മാറ്റിത്തരും. വർഷങ്ങൾ കഴിഞ്ഞു. പഠനം അവസാനിച്ചു. രാജകുമാരൻ കൊട്ടാരത്തിലേക്കും വിജയൻ കാട്ടിലുള്ള തൻ്റെ കുടിലിലേക്കും മടങ്ങി. വിജയന് അപ്പോഴാണ് തൻ്റെ കുലത്തൊഴിൽ അഭ്യസിക്കാത്തത് അംഗത്തമായി എന്ന് മനസ്സിലായത്. ആഹാരം കഴിക്കാൻ വഴിയില്ല. അമരകോശവും തർക്കശാസ്ത്രവും കൊണ്ട് വയറ് നിറയില്ലല്ലോ. വില്ല് പിടിക്കാൻ അറിയില്ല. അമ്പു തൊടുക്കാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് പട്ടിണി എന്തെന്ന് നന്നായി പഠിച്ചു. അപ്പോഴേക്കും ചിത്രസേനൻ രാജാവായി കഴിഞ്ഞിരുന്നു. വിജയൻ തൻ്റെ സുഹൃത്തിനെ കാണാൻ പലതവണ കൊട്ടാരത്തിലെത്തി. കാവൽക്കാർ അകത്തേക്ക് കടക്കാൻ അനുവദിച്ചില്ല. രാജാവ് നഗരപ്രദക്ഷിണത്തിന് പുറത്തിറങ്ങിയപ്പോൾ വഴിയരികിൽ നിന്ന് കൈവീശി കാണിച്ചു. ചിത്രസേനൻ കണ്ട ഭാവം നടിക്കുന്നില്ല. കാണാഞ്ഞിട്ടോ കണ്ടിട്ട് മനസ്സിലാകാഞ്ഞിട്ടോ അതോ വേണ്ടെന്ന് വെച്ചിട്ടോ വിജയൻ ആശയക്കുഴപ്പത്തിലായി. നഗരത്തിലെത്തി കുറേ നാൾ പട്ടിണി കിടന്നപ്പോൾ വിജയന് തോന്നി, വനത്തിലെ പട്ടിണി തന്നെ മെച്ചം. അവിടെയാണെങ്കിൽ ഇടയ്ക്കെങ്കിലും
വല്ല പഴമോ വേരോ കിട്ടുമല്ലോ. നിരാശയോടെ തിരികെ വനത്തിലെത്തി വേടന്റെ തൊഴിൽ ചെയ്യാൻ മുതിർന്നു. ആയുധം പിടിച്ചു തഴമ്പില്ലാത്ത കൈ മുറിഞ്ഞു ചോര വന്നത് മാത്രം മെച്ചം. ഒരിക്കൽ ഒരു മാനിനെ ഓടിച്ച് അവൻ കാടിൻ്റെ ഉള്ളിലെത്തി. മാനിനെ പിന്നെ കണ്ടതുമില്ല. നിരാശനായി അലഞ്ഞു തിരിഞ്ഞ് ഒടുവിൽ അവനൊരു ഗുഹയിൽ ചെന്നു കയറി. ഗുഹയുടെ ഉള്ളിൽ ചുവരിൽ ഒരു പന്തം കൊളുത്തി വെച്ചിരുന്നു. കാടിൻ്റെ നടുവിൽ ഗുഹയിൽ താമസിക്കുന്നത് ആരാണെന്നറിയാനുള്ള കൗതുകത്തോടെ അവൻ വെളിച്ചം കണ്ട മുറിയിലേക്ക് ചെന്നു. അവിടെ താപസ വേഷധാരിയായ ഒരാൾ അതിസുന്ദരിയായ ഒരു യുവതിയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് ഉറങ്ങുകയാണ്. ആ സ്ത്രീയാകട്ടെ ഭയന്ന് പുറത്തെ ഇരുളിലേക്ക് നോക്കിയിരിക്കുകയാണ്. വിജയൻ ആ സ്ത്രീയുടെ മുന്നിലെത്തി. അവൾ കൈവീശി അയാളോട് ദൂരെ പോകാൻ പറഞ്ഞു. പക്ഷേ അത് കേൾക്കാതെ വിജയൻ അവളുടെ സമീപത്ത് ചെന്നു നിന്നു. താനൊരു രാജകുമാരിയാണെന്നും ആ താപസൻ തന്നെ തട്ടിയെടുത്തു കൊണ്ടുപോകുന്നതാണെന്നും അവൾ പറഞ്ഞു. പെട്ടെന്ന് വിജയന് ഓർമ്മ വന്നത് ചിത്രസേനയാണ്. ഇത്രയും സുന്ദരിയായ ഒരു യുവതിയെ താൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ഇവളാകട്ടെ രാജകുമാരിയുമാണ്. ചിത്രസേന രാജാവിന് ഇവൾ നല്ല വധുവായിരിക്കും. പിന്നെ താമസിച്ചില്ല. അയാൾ ഓടി ചിത്രസേനൻ്റെ കൊട്ടാരത്തിലെത്തി. അതിലാവണ്യവതിയായ ഒരു രാജകുമാരിയെപ്പറ്റി പറയാനാണ് താൻ വന്നിരിക്കുന്നതെന്ന് കാവൽക്കാരനോട് പറഞ്ഞു. അകത്തേക്ക് ചെല്ലാൻ കൽപ്പന കിട്ടി. ആദ്യമായാണ് ചിത്രസേനൻ അവനെ സ്വീകരിക്കുന്നത്. ആ രാജകുമാരി മൂലം തനിക്ക് ഭാഗ്യം വരാൻ പോകുന്നതായി വിജയൻ കിനാവ് കണ്ടു. ചിത്രസേനൻ തൻ്റെ പഴയ സുഹൃത്തിനോട് നല്ല രീതിയിൽ സംസാരിച്ചു. അവനെ ഇത്രകാലവും ഓർമ്മിക്കാത്തതിൽ ക്ഷമ ചോദിച്ചു. വിജയൻ വേഗം തന്നെ താൻ കണ്ട ഗുഹയിലേക്ക് ചിത്രസേനയെയും കൂട്ടി പുറപ്പെട്ടു. രാജാവിൻ്റെ കുതിരപ്പുറത്തായിരുന്നു യാത്ര. അതിവേഗം അവർ പഴയ സ്ഥലത്തെത്തി. അവിടെ പഴയപടി താപസൻ ഉറങ്ങിക്കിടപ്പുണ്ടായിരുന്നു. താനൊരു രാജാവാണെന്നും അവളെ രക്ഷിക്കാൻ ഒരുങ്ങിയാണ് വന്നതെന്നും ചിത്രസേനൻ അടക്കിയ ശബ്ദത്തിൽ രാജകുമാരിയോട് പറഞ്ഞു. അവൾക്കും അവനെ വല്ലാതെ ബോധിച്ചു. പക്ഷേ എഴുന്നേൽക്കാൻ നിവൃത്തിയില്ല. താപസൻ്റെ തല തൻ്റെ മടിയിലാണ്. അതെടുത്ത് നിലത്ത് വെച്ചാൽ അയാൾ ഞെട്ടിയുണരും. അപ്പോൾ ചിത്രസേനൻ ഒരു ഉപായം പറഞ്ഞു. താപസനെ ഉണർത്താതെ സാവധാനം അയാളുടെ തലയെടുത്ത് വിജയൻ്റെ മടിയിൽ വയ്ക്കാം. അങ്ങനെ രാജകുമാരി സ്വതന്ത്രയാകും. രാജകുമാരി അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഭയപ്പെടാനില്ല. ഞാൻ ആ താപസനോട് ഏറ്റുമുട്ടി അയാളെ ക്ഷണത്തിൽ വധിക്കുന്നതാണ്, ചിത്രസേനൻ പറഞ്ഞു. അതനുസരിച്ച് വിജയൻ മെല്ലെ ആ താപസൻ്റെ തല തൻ്റെ മടിയിലേക്കാക്കി. രാജകുമാരി ക്ഷണത്തിൽ എഴുന്നേറ്റ് ചിത്രസേനൻ്റെ സമീപത്തേക്ക് ഓടി. രണ്ടുപേരും കുതിരപ്പുറത്ത് കയറി അതിവേഗം സ്ഥലം വിട്ടു. രാജകുമാരിയെ സുരക്ഷിത സ്ഥാനത്തെത്തിച്ചിട്ട് തൻ്റെ സുഹൃത്ത് ഇപ്പോൾ തന്നെ മടങ്ങി വരുമെന്ന് പ്രതീക്ഷിച്ച് വിജയൻ ആ ഗുഹയിലെ ഭീതിതമായ അന്തരീക്ഷത്തിൽ കഴിഞ്ഞുകൂടി. പക്ഷേ ചിത്രസേനൻ മടങ്ങി വന്നതേയില്ല. രാജകുമാരിയോടൊത്ത് കൊട്ടാരത്തിലെത്തിയ ശേഷം അയാൾ കൂട്ടുകാരനെ പാടെ മറന്നു. പാവം വിജയൻ. അനങ്ങാനാവാതെ അയാൾ അവിടെയിരുന്നു. രൗദ്രഭാവം തുറിച്ചു നോക്കുന്ന താപസൻ്റെ മുഖം കണ്ണിന് തൊട്ടു മുന്നിൽ. തൻ്റെ കൂട്ടുകാരൻ തന്നെ പിന്നെയും ചതിച്ചിരിക്കുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ആ താപസൻ കണ്ണു തുറന്നു. യുവതിയുടെ സ്ഥാനത്ത് പേടിച്ചു വിറച്ചിരുന്ന വിജയനെയാണ് അയാൾ കണ്ടത്. ഇവിടെ ഇരുന്ന കുമാരി എവിടെ? നീ എങ്ങനെ ഇവിടെ വന്നു? താപസൻ്റെ ചോദ്യം കേട്ടപ്പോൾ വിജയൻ കിടുകിടെ വിറയ്ക്കാൻ തുടങ്ങി. നടന്ന സംഭവങ്ങൾ അയാൾ താപസനോട് വെക്കി വെക്കി പറഞ്ഞു കേൾപ്പിച്ചു. താപസൻ അല്പനേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല. ഉൾക്കണ്ണിലൂടെ അയാൾ എല്ലാം മനസ്സിലാക്കി. ആ പെണ്ണ് തന്നെ വിട്ട് ഓടിപ്പോയിരിക്കുന്നു. രാജാവാകട്ടെ അയാളുടെ ചങ്ങാതിയെയും ഉപേക്ഷിച്ചു. മനുഷ്യബന്ധങ്ങളെല്ലാം ഇത്തരത്തിലാണ്. സ്വാർത്ഥലാഭത്തിനു വേണ്ടിയാണ് മിക്കവാറും മനുഷ്യരെല്ലാം സേവിക്കുന്നതും സ്നേഹിക്കുന്നതും. സ്വാർത്ഥത മാറ്റിയാലേ സ്നേഹം യാഥാർത്ഥ്യമാകൂ. യഥാർത്ഥ സ്നേഹമേ സന്തോഷം നൽകുകയുള്ളൂ. മനുഷ്യർ ദുഃഖിതരായി കഴിയുന്നതിൻ്റെ കാരണവും മറ്റൊന്നല്ല. താപസൻ വിജയനോട് ഒരു കഥ പറഞ്ഞു. സോമശേഖരം എന്ന നാട്ടിലെ രാജാവായിരുന്നു സോമവർമ്മൻ. അയാളുടെ മകനായിരുന്നു രണഭദ്രൻ. അവിടുത്തെ മന്ത്രിയുടെ മകൻ്റെ പേര് ഗുണഭദ്രൻ എന്നായിരുന്നു. രാജകുമാരനും മന്ത്രികുമാരനും ബാല്യം മുതലേ ഒന്നിച്ചു വളർന്നവരായിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസവും ആയുധാഭ്യാസവും ഒരുമിച്ച് നടത്തി. അങ്ങനെ
അവർ ഇണപിരിയാത്ത കൂട്ടുകാരായി മാറി. അവരുടെ വിവാഹവും ഒരുമിച്ചാണ് നടന്നത്. കാഞ്ചനമാല എന്ന രാജകുമാരിയെ രണഭദ്രൻ വിവാഹം ചെയ്തപ്പോൾ കോസലത്തിലെ മന്ത്രിയുടെ മകൾ കമലയെ ഗുണഭദ്രൻ മാംഗല്യം കഴിച്ചു. വിവാഹത്തിനു ശേഷം ഭാര്യമാരെ അവരവരുടെ ഗൃഹത്തിൽ കുറച്ചുകാലം പാർക്കാൻ വിട്ട് രാജകുമാരനും മന്ത്രികുമാരനും സ്വദേശത്തെത്തി. അല്പകാലത്തിനു ശേഷം വീണ്ടും അവർ ഭാര്യാഗൃഹത്തിലേക്ക് തിരിച്ചു. കാൽനടയായിട്ടായിരുന്നു യാത്ര. വനഭംഗി ആസ്വദിച്ച് പക്ഷിമൃഗാദികളുടെ ശബ്ദഘോഷങ്ങൾ ശ്രവിച്ച് അവരങ്ങനെ നടന്നു. മന്ത്രികുമാരന് മൃഗങ്ങളുടെ ഭാഷ മനസ്സിലാക്കുന്നതിന് കഴിവുണ്ടായിരുന്നു. വിശാലമായ ഒരു മരത്തിന് ചുവട്ടിലൂടെ നടന്നപ്പോൾ അതിൻ്റെ കൊമ്പിലിരുന്ന ഒരു സ്വർണ്ണ പക്ഷി ഇണയോട് ഇങ്ങനെ മന്ത്രിച്ചത് മന്ത്രികുമാരൻ കേട്ടു. മുൻപേ പോകുന്നവൻ്റെ ആയുസ് കഴിയാറായി. ഇത് കേട്ട മന്ത്രികുമാരൻ ഒന്ന് ഞെട്ടി. മുമ്പേ നടന്നത് രാജകുമാരനായ രണഭദ്രനായിരുന്നു. രാജകുമാരൻ അധികം വൈകാതെ മരിക്കുമെന്നാണല്ലോ പക്ഷി പറയുന്നത്. അതനുവദിച്ചുകൂടാ. നാളെ നാട് ഭരിക്കേണ്ടവനാണ് രണഭദ്രൻ. അദ്ദേഹത്തിൻ്റെ മരണം വലിയ നഷ്ടമുണ്ടാക്കും. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ താൻ മരിക്കാവും ഭേദം. മന്ത്രികുമാരൻ അതിവേഗം മുന്നോട്ട് കയറി രാജകുമാരൻ്റെ മുമ്പിലായി നടന്നു. അപ്പോഴതാ പക്ഷി വീണ്ടും. പിമ്പേ നടക്കുന്നവൻ്റെ ആയുസ് തീരാറായി. അത് കേട്ടതോടെ മന്ത്രികുമാരന് വലിയ മനസ്താപമായി. അയാളുടെ മുഖം വാടിയത് ശ്രദ്ധിച്ച രാജകുമാരൻ കാരണം ചോദിച്ചു. ഓ, ഒന്നുമില്ല, യാത്രാക്ഷീണം കൊണ്ടാവാം. മന്ത്രികുമാരൻ ഒഴിഞ്ഞുമാറി. അയാൾ താൻ കേട്ട കാര്യം രാജകുമാരനോട് പറയാൻ പോയില്ല. മാത്രമല്ല, എങ്ങനെയെങ്കിലും രാജകുമാരനെ രക്ഷിക്കണം എന്നുറയ്ക്കുകയും ചെയ്തു. രാജകൊട്ടാരത്തിലേക്ക് അവരെ എതിരേൽക്കാൻ ഭടന്മാർ പല്ലക്കുകളുമായി എത്തി. രാജകുമാരന് ദന്തപ്പല്ലക്കും മന്ത്രികുമാരന് തടികൊണ്ടുള്ള പല്ലക്കുമായിരുന്നു നിശ്ചയിച്ചിരുന്നതെങ്കിലും മന്ത്രികുമാരൻ കയറിയിരുന്നത് ദന്തപ്പല്ലക്കിലാണ്. എവിടെയാണ് കെണിയൊപ്പിച്ചിട്ടുള്ളതെന്ന് അറിയില്ലല്ലോ. കൊട്ടാരത്തിൽ ഭക്ഷണം വിളമ്പിയപ്പോൾ മന്ത്രികുമാരൻ ചാടിക്കയറി ഭക്ഷണം കഴിക്കാനിരുന്നത് രാജകുമാരന് നൽകിയ സ്വർണ്ണപാത്രത്തിന് മുന്നിലാണ്. മന്ത്രികുമാരനുള്ള വെള്ളിപ്പാത്രം രാജകുമാരന് കിട്ടി. കണ്ടു നിന്നവർക്ക് ഇതിൻ്റെ ഉള്ളുകള്ളിയൊന്നും മനസ്സിലായില്ല. കൂട്ടുകാരൻ്റെ കുസൃതിയായിട്ടേ രാജകുമാരനും ഇവയെല്ലാം കരുതിയുള്ളൂ. ഭക്ഷണം കഴിഞ്ഞ് രാജകുമാരൻ കാഞ്ചനമാലയുടെ പള്ളിയറയിൽ ഉറങ്ങാൻ പോയി. പക്ഷേ അതിനു മുമ്പ് തന്നെ മന്ത്രികുമാരൻ അതിനുള്ളിൽ കടന്ന് ഒരു അലമാരയുടെ പിന്നിൽ ഒളിച്ചിരുന്നു. പകലും രാത്രിയും ഇനി സുഹൃത്തിനെ പിരിഞ്ഞു കഴിയുന്നില്ല എന്ന് മന്ത്രികുമാരൻ ഉറപ്പിച്ചിരുന്നു. കാഞ്ചനമാല താലത്തിൽ പഴങ്ങളുമായി വന്ന് ഭർത്താവിനെ ഉപചരിച്ചു. അതിനുശേഷം ഇരുവരും ഉറങ്ങാൻ കിടന്നു. മന്ത്രികുമാരന് നിദ്ര സാധ്യമല്ലല്ലോ. ഉറക്കത്തെ അകറ്റി ഊരിപ്പിടിച്ച വാളുമായി പരിസരം നിരീക്ഷിച്ച് മന്ത്രികുമാരൻ മറവിൽ കഴിഞ്ഞു. അല്പനേരം കഴിഞ്ഞപ്പോൾ കാഞ്ചനമാല ആഭരണങ്ങളെല്ലാം ധരിച്ച് ഒരു താലത്തിൽ കുറേ മധുരപലഹാരങ്ങളും എടുത്ത് പുറത്തേക്കിറങ്ങുന്നത് മന്ത്രികുമാരൻ കണ്ടു. ശബ്ദമുണ്ടാക്കാതെ വാതിൽ ചാരി അവൾ കൊട്ടാരം വിട്ടിറങ്ങി. ആകെ ആശയക്കുഴപ്പത്തിലായ മന്ത്രികുമാരൻ അവളുടെ ഉദ്ദേശമെന്തെന്ന് അറിയണമെന്ന് തീരുമാനിച്ചു. കാഞ്ചനമാല അറിയാതെ മന്ത്രികുമാരൻ അവളെ പിന്തുടർന്നു. അവൾ നേരെ ചെന്നു നിന്നത് ഒരു മാടത്തിൻ്റെ മുന്നിലായിരുന്നു. പെട്ടെന്ന് വാതിൽ അകത്തുനിന്ന് തുറക്കപ്പെട്ടു. കുമാരി ഉള്ളിലേക്ക് കടന്നു. മന്ത്രികുമാരൻ വേഗം തന്നെ ആ മാടത്തിന് സമീപമെത്തി. ചുമരിലുണ്ടായിരുന്ന മറ ലേശം നീക്കി അയാൾ ഉള്ളിലേക്ക് നോക്കി. കാഞ്ചനമാല ആ മധുര പലഹാരത്തട്ടം ആജാനുബാഹുവായ ഒരാൾക്ക് സമ്മാനിക്കുകയാണ്. അയാൾ ഇങ്ങനെ ചോദിക്കുന്നതും കേട്ടു. എന്താ ഇത്രയും താമസിച്ചത്? ഇന്നെൻ്റെ ഭർത്താവ് മടങ്ങി വന്നു. അദ്ദേഹം ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയത്. അവളുടെ മറുപടി. ഞാനൊരു വാൾ തരാം. ആ വാൾ ഉപയോഗിച്ച് അയാളെ ശിരച്ഛേദം ചെയ്യുക. അയാളുടെ ആജ്ഞ. അവൾ വേഗം തന്നെ ആ വാൾ വാങ്ങുന്നത് കണ്ട് മന്ത്രികുമാരൻ ഞെട്ടിപ്പോയി. അല്പനേരം കഴിഞ്ഞപ്പോൾ അവൾ ആ വാളുമായി കൊട്ടാരത്തിലേക്ക് പോയി. മന്ത്രികുമാരൻ അവളെ വീണ്ടും പിന്തുടർന്നു. അവൾ മുറിക്കുള്ളിലേക്ക് കയറി. അടുത്ത ക്ഷണം രാജകുമാരൻ്റെ നിലവിളി ഉയർന്നു. മന്ത്രികുമാരൻ വേഗം ഓടിയെത്തിയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. അയാൾ വേഗം അവളുടെ കൈകൾ കടന്നു പിടിച്ചു.
ദുഷ്ടേ, നീ എന്തിനിത് ചെയ്തു? അയാൾ ഗദ്ഗതത്തോടെ ചോദിച്ചു. പക്ഷേ രാജകുമാരി ഉറക്കെ കരയുകയാണ് ചെയ്തത്. ഓടിവരണേ, എൻ്റെ ഭർത്താവിനെ ഇയാൾ കൊന്നുകളഞ്ഞേ! രാജഭടന്മാർ ഓടിയെത്തി. പിടികൂടിയത് മന്ത്രികുമാരനെ. രാജകുമാരിയുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത വാളുമായി മന്ത്രികുമാരൻ സ്തബ്ധനായി നിൽക്കുകയായിരുന്നു. മന്ത്രികുമാരൻ തടവിലാക്കപ്പെട്ടു. അയാൾക്ക് വധശിക്ഷ നൽകാനും വിധിയുണ്ടായി. പക്ഷേ ആ രാജ്യത്തെ മന്ത്രിക്ക് എന്തുകൊണ്ടോ അയാളെ സംശയിക്കാനായില്ല. അയാളുടെ മുഖം ഒരു കുറ്റവാളിയുടേതല്ല എന്ന് മന്ത്രി കണ്ടുപിടിച്ചു. മന്ത്രികുമാരൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. മന്ത്രി അത്ഭുതത്തോടെ എല്ലാം കേട്ടു. അയാൾ പറഞ്ഞത് ശരിയാണോ എന്നറിഞ്ഞിട്ട് മതി വധശിക്ഷ എന്ന് മന്ത്രി ഉറപ്പിച്ചു. അന്നു രാത്രി മന്ത്രികുമാരനെയും കൂട്ടി അദ്ദേഹം ആ മാടത്തിന് മുന്നിലെത്തി. ഇരുളിൽ മറഞ്ഞു നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ കാഞ്ചനമാല ആഭരണ വിഭൂഷിതയായി ആ മാടത്തിലേക്ക് ചെന്നു. അവളെ കണ്ടപാടെ ആജാനുബാഹുവായ മനുഷ്യൻ ചോദിച്ചു, കൊന്നോ? ഉവ്, കൊന്നത് ഞാനായിരുന്നെങ്കിലും പിടികൂടിയത് ആ മന്ത്രികുമാരനെയാണ്. അവൾ ചിരിച്ചു. കൂടുതൽ കാത്തുനിന്നില്ല. മാടത്തിൻ്റെ മറപൊളിച്ച് മന്ത്രി അകത്തു കയറി രണ്ടുപേരെയും പിടികൂടി. തൻ്റെ മകളെയും മറ്റൊരു പുരുഷനെയും അസാൻമാർഗിക ബന്ധത്തിൻ്റെ പേരിൽ പിടികൂടിയത് രാജാവിന് വലിയ ദുഃഖമുണ്ടാക്കി. രാജവംശത്തിന് കളങ്കം വരുത്തിയ അവളെ വധിച്ചു കളയാൻ രാജാവ് ഉത്തരവിട്ടു. മന്ത്രികുമാരനെ തെറ്റിദ്ധരിച്ചതിലും വധശിക്ഷയ്ക്ക് വിധിച്ചതിലും രാജാവിന് മനസ്താപമുണ്ടായി. ആ പാപം പോക്കാൻ താൻ ഗംഗാസ്നാനത്തിന് പോകുന്നതായി രാജാവ് അറിയിച്ചു. അതിനു മുമ്പ് മന്ത്രികുമാരനോട് രാജാവ് മാപ്പിരന്നു. ഒപ്പം താൻ ഇനി ചെയ്യേണ്ടതെന്ത് എന്ന് ചോദിച്ചു. അങ്ങ് എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ ശരീരം ദഹിപ്പിക്കാതെ തൈലത്തിൽ സൂക്ഷിക്കാൻ അനുവദിക്കണം, മന്ത്രികുമാരൻ പറഞ്ഞു. മരിച്ചുപോയ രാജകുമാരൻ്റെ ദേഹം തൈലം നിറച്ച ഒരു പെട്ടിയിലാക്കി സൂക്ഷിക്കാനുള്ള ഏർപ്പാടായി. സ്വദേശത്തേക്ക് മടങ്ങുന്നതിന് മുമ്പ് തൻ്റെ ഭാര്യയെ കൂടി കണ്ടുവരാമെന്ന് മന്ത്രികുമാരൻ വിചാരിച്ചു. തൻ്റെ സുഹൃത്തിൻ്റെ മൃതദേഹമടങ്ങിയ പെട്ടിയുമായി സ്വദേശത്തേക്കുള്ള മാർഗമധ്യേ മന്ത്രികുമാരൻ തൻ്റെ ഭാര്യാഗൃഹത്തിലെത്തി. അന്നു നേരം വൈകിയതിനാൽ അവിടെ താമസിച്ച് പിറ്റേന്ന് യാത്ര തുടരാമെന്ന് വെച്ചു. വളരെ നാളുകൾക്ക് ശേഷമാണ് അയാൾ കമലയെ കാണുന്നത്. രണ്ടുപേർക്കും വളരെ സന്തോഷമായി. രാത്രി ഭക്ഷണം കഴിഞ്ഞ് മന്ത്രികുമാരൻ തൻ്റെ കിടപ്പറയിൽ കണ്ണടച്ചു കിടന്നു. രാത്രി മന്ത്രികുമാരൻ്റെ കിടപ്പറയിലെത്തിയ പത്നി കമല ഭർത്താവ് ഉറങ്ങുകയാണെന്നാണ് കരുതിയത്. സത്യത്തിൽ ഓരോ കാര്യങ്ങൾ ഓർത്ത് കണ്ണടച്ചു കിടക്കുകയായിരുന്നു മന്ത്രികുമാരൻ. കമല ഒരു നിമിഷം ഭർത്താവിനെ നോക്കി നിന്നു. പിന്നീട് ചുവരിൽ തൂക്കിയ വാൾ കയ്യിലെടുത്ത് പുറത്തേക്കിറങ്ങി. മന്ത്രികുമാരൻ ഒന്ന് നടുങ്ങി. പഴയ കഥയുടെ തനിയാവർത്തനമാണോ നടക്കുന്നത് എന്നയാൾ ശങ്കിച്ചു. പെട്ടെന്ന് എഴുന്നേറ്റ് അയാൾ ഭാര്യയെ പിന്തുടർന്നു. അടുത്തുള്ള ദേവീക്ഷേത്രത്തിലേക്കാണ് അവൾ നടന്നു കയറിയത്. അവിടെ നടയ്ക്ക് മുന്നിൽ നിന്ന് അവൾ പറഞ്ഞു, സർവമംഗലയായ അമ്മേ, എൻ്റെ ഭർത്താവിനെ കാത്ത് എത്ര കാലമായി ഞാൻ കണ്ണീർ വാർത്തു കഴിയുകയായിരുന്നു. ഒടുവിൽ അദ്ദേഹം ഉടൻ വന്നു ചേർന്നാൽ ഞാൻ എൻ്റെ ശിരസ് നിന്റെ പാദത്തിൽ അർപ്പിക്കാമെന്ന് നിന്റെ തിരുമുന്നിൽ നിന്ന് സത്യം ചെയ്തു. മഹാമായേ, എൻ്റെ ഭർത്താവ് ഇന്ന് മടങ്ങിയെത്തി. എനിക്ക് സന്തോഷമായി. ഇതാ അവിടത്തേക്കായി ഞാൻ എൻ്റെ ശിരസ് സമർപ്പിക്കുന്നു. അവൾ വാളുയർത്തി തൻ്റെ തലയ്ക്കു നേരെ വീശി. ഉടൻ തന്നെ കരുണാമയിയായ ദേവി പ്രത്യക്ഷപ്പെട്ട് അവളുടെ വാൾ പിടിച്ചു വാങ്ങി. മകളെ, നിന്റെ ഭക്തിയിൽ ഞാൻ സംപ്രീതയായിരിക്കുന്നു. മരിക്കാനല്ല, ജീവിക്കാനാണ് നീ പ്രതിജ്ഞ ചെയ്യേണ്ടത്. സന്തോഷത്തോടെ ദീർഘകാലം നീ ജീവിക്കുക. കമല തൊഴുകയോടെ ഭഗവതിയോട് ഇപ്രകാരം പറഞ്ഞു, അമ്മേ, എൻ്റെ ഭർത്താവിൻ്റെ പ്രിയ സ്നേഹിതൻ ഇപ്പോൾ മൃതശരീരമായി തൈലത്തിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മരണം എൻ്റെ ഭർത്താവിനെ വല്ലാതെ ഉലച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ജീവൻ തിരികെ ലഭിക്കുമാറാകണമേ. ഭഗവതി സന്തോഷത്തോടെ അവൾക്ക് ആ വരവും നൽകി. തൻ്റെ ഭാര്യയെ വെറുതെ സംശയിച്ചതിൽ മന്ത്രികുമാരന് വ്യസനം തോന്നി. അയാൾ വേഗം മടങ്ങിയെത്തി തൻ്റെ ശയ്യയിൽ പഴയതുപോലെ കിടന്നു. കമല മടങ്ങിയെത്തി ഭർത്താവിനോട് എല്ലാ വിവരങ്ങളും തുറന്നു പറഞ്ഞു. തൻ്റെ സുഹൃത്തിന് ജീവദാനവുമായിട്ടാണ് കമല മടങ്ങിയെന്നതിൽ മന്ത്രികുമാരന്
വലിയ സന്തോഷം തോന്നി. ദേവിയുടെ അനുഗ്രഹത്താൽ രാജകുമാരന് ജീവൻ തിരികെ ലഭിച്ചു. രാജകുമാരന് തൻ്റെ സുഹൃത്തിനോട് വളരെയേറെ നന്ദിയും കടപ്പാടും തോന്നി. അവരെല്ലാവരും പിറ്റേന്ന് ക്ഷേത്രദർശനം ചെയ്ത് സ്വദേശത്തേക്ക് മടങ്ങി. കഥ കേട്ട് ചിന്താധീനനായിരുന്ന വിജയനോട് താപസൻ പറഞ്ഞു, കഥയിലെ മന്ത്രികുമാരനെ പോലെയും രാജകുമാരനെ പോലെയും ആത്മസുഹൃത്തുക്കളായി കഴിയുക എന്നത് എല്ലാവരെ കൊണ്ടും സാധ്യമല്ല. പൂർവജന്മ സുഹൃതം കൊണ്ടേ അങ്ങനെയുള്ള ബന്ധം കിട്ടൂ. നിനക്ക് ലഭിച്ച സുഹൃത്ത് നീചനും ചതിയനും നന്ദിയില്ലാത്തവനുമാണ്. അങ്ങനെയുള്ള ഒരാളെ സുഹൃത്തായി നീ കരുതുന്നുവല്ലോ, അത് നിന്റെ വിവരദോഷം. വിജയൻ തലകുനിച്ച് താപസനെ വണങ്ങി. താപസനാകട്ടെ അവന് നല്ലൊരു ജീവിതം നയിക്കാൻ ആവശ്യമായതെല്ലാം നൽകിയിട്ട് വിരക്തനായി പൂർണ്ണ സന്യാസാശ്രമത്തിലേക്ക് തിരിഞ്ഞു. ചെമ്പകഗന്ധി സുഹൃത്ത് ബന്ധത്തിൻ്റെ 2 മുഖങ്ങൾ വെളിവാക്കാൻ വിക്രമണിയോട് കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു. ശരീരമല്ല, സുഹൃത്തുക്കളുടെ മനസ്സ് തമ്മിലാണ് ചങ്ങാത്തമുണ്ടാകേണ്ടത്. ഒളിച്ചു പിടിച്ച മനസ്സ് പായൽ മൂടിയ കുളം പോലെയാണ്. ചങ്ങാതിമാർക്കിടയിൽ രഹസ്യങ്ങൾ പാടില്ല. ഇനി പറയൂ, നീ എന്താണ് ദുഃഖിതയായി കാണപ്പെടുന്നത്? ചെമ്പകഗന്ധി കഥ പൂർത്തിയാക്കി വിക്രമണിയോട് ചോദിച്ചു. അതെ, അതുതന്നെയാണ് എനിക്ക് നിന്നോടും ചോദിക്കാനുള്ളത്. നീ എന്നിൽ നിന്നും എന്തോ മറച്ചു പിടിക്കുന്നു. ഞാനോ? ഞാൻ നിന്നിൽ നിന്ന് എന്തു രഹസ്യമാണ് ഒളിക്കുന്നത്? സൗന്ദര്യമുണ്ട്, സൗശീല്യമുണ്ട്, കുലമഹിമയുണ്ട്. ഇതിനൊക്കെ പുറമെ അധികാരവുമുണ്ട്. ലോകത്തിലെ ഏറ്റവും നല്ല പുരുഷനെ ഭർത്താവായി ലഭിക്കാൻ നിനക്ക് യാതൊരു പ്രയാസവുമില്ല. എന്നിട്ടും നീ എന്താണ് കന്യകയായി കഴിയുന്നത്? വിക്രമണി ചോദിച്ചു. എൻ്റെ പ്രിയ സഖി, പുരുഷന്മാരെ വിശ്വസിക്കാൻ കൊള്ളില്ല. സ്വാർത്ഥതയുടെ ആൾരൂപമാണ് പുരുഷൻ. ചെമ്പകഗന്ധി തർപ്പിച്ചു പറഞ്ഞു. ഏയ്, ഞാനത് വിശ്വസിക്കുന്നില്ല, വിക്രമണി ശബ്ദം താഴ്ത്തി പറഞ്ഞു. അതെങ്ങനെ വിശ്വസിക്കാൻ? നിനക്കവരെ ശരിക്കും അറിയില്ല. ഞാനൊരു കഥ പറയാം. ചെമ്പകഗന്ധി ഒരു നിമിഷം കണ്ണടച്ചിരുന്നു. അവളുടെ സുന്ദരമായ വദനത്തിൽ ശോകച്ചെവി പടർന്നു. പണ്ട് ഭാരതാരണ്യമെന്നൊരു വനഭൂമിയിൽ വലിയൊരു മുളങ്കാടുണ്ടായിരുന്നു. ആ മുളങ്കാട്ടിൽ ശല്യനെന്നും ശല്യരി എന്നും പേരുള്ള 2 മാടപ്രാവുകൾ കൂടുകെട്ടി വസിച്ചിരുന്നു. അവർ ദമ്പതികളായിരുന്നു. ഏറെക്കാലത്തെ പ്രാർത്ഥനയുടെ ഫലമായി അവർക്ക് 2 കുഞ്ഞുങ്ങൾ പിറന്നു. ശല്യനും ശല്യരിയും എന്നും ഇരതേടി പറന്നുപോകും. വൈകുന്നേരമേ തിരിച്ചു വരൂ. ഒരു നാൾ അവർ കുഞ്ഞുങ്ങൾക്കായി ആഹാരം ശേഖരിച്ച് മടങ്ങി വന്നപ്പോൾ മുളങ്കാടിന് തീപിടിച്ചതായി കണ്ടു. നിമിഷങ്ങൾക്കകം അഗ്നിജ്വാലകൾ കാടിനെ വിഴുങ്ങി. തീയിൽ പച്ചമുള പൊട്ടിക്കീറുന്ന ശബ്ദത്തിൽ ദിഗന്ധം നടുങ്ങി. തങ്ങളുടെ കുഞ്ഞുങ്ങൾ അതിൽ പെട്ടുപോയതായി അവർ മനസ്സിലാക്കി. തങ്ങളുടെ കുഞ്ഞുങ്ങളില്ലാത്ത ലോകത്തിൽ കഴിയുക അസാധ്യമാണെന്ന് ഇരുവർക്കും തോന്നി. പ്രിയേ, നമുക്കും ഈ തീയിൽ ആത്മാഹുതി ചെയ്യാം, ശല്യൻ പറഞ്ഞു. അതെ, നമുക്കിനി ഒരു ജീവിതം വേണ്ട, ശല്യരി സമ്മതിച്ചു. ഇരുവരും ആ അഗ്നിനാളങ്ങൾക്കു നേരെ പാഞ്ഞെടുത്തു. ശല്യരി ആ തീയിലെരിഞ്ഞു. പക്ഷേ ആൺകിളി തീയുടെ സമീപമെത്തി പെട്ടെന്ന് പിന്തിരിഞ്ഞു. അവനാ ചൂട് സഹിക്കാനായില്ല. ശല്യരി അടുത്ത ജന്മത്തിൽ ഒരു രാജകുമാരിയായി ജനിച്ചു. മുൻ ജന്മത്തിലെ ഓർമ്മകൾ അവളെ നിരന്തരം വേട്ടയാടി. സ്വന്തം സുഖത്തിന് ഭംഗം നേടുമെന്ന് വന്നപ്പോൾ പ്രിയതമയെ ഉപേക്ഷിച്ച് പറന്ന ആ ആൺകിളിയുടെ ചിത്രം ഇന്നും അവളുടെ മനസ്സിലുണ്ട്. അവൾ പുരുഷവർഗത്തെ വെറുത്തു. പൂർവജന്മത്തിൽ വഞ്ചിക്കപ്പെട്ട ആ ശല്യരിയാണു ഞാൻ, ചെമ്പകഗന്ധി കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു. അവളുടെ വിടർന്ന കണ്ണുകളിൽ ചെറിയൊരു നനവ് കാണാനുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ട് അണ്ണാൻ്റെ രൂപത്തിൽ പട്ടി മറിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ചെമ്പകഗന്ധി പുരുഷവിദ്വേഷിയായതിൻ്റെ രഹസ്യം പിടികിട്ടിയതോടെ പട്ടി മനസ്സിൽ ഒരു പ്രതിജ്ഞ ചെയ്തു. ഇന്നേക്ക് 7-ാം പക്കം ഇവളെ ഞാൻ വിക്രമാദിത്യനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും. പട്ടി തിരികെ എത്തി പഴയ രാജാവിൻ്റെ രൂപം സ്വീകരിച്ചു. അതിനുശേഷം 1000 പണവും കയ്യിലെടുത്ത് വിജയനഗരത്തിലെത്തി. വിജയപ്രതാപനെ കണ്ട് പണം നൽകി. വിക്രമണിയെയും കൂട്ടി മടക്കയാത്രയ്ക്കൊരുങ്ങി. കുറച്ചു കാലം ഒരുമിച്ചു കഴിഞ്ഞതിനാൽ ചെമ്പകഗന്ധിയും വിക്രമണിയും
അടുത്ത സഖികളായി കഴിഞ്ഞിരുന്നു. പിരിയാൻ ഇരുകൂട്ടർക്കും വലിയ വിഷമം. വലിയ താമസം കൂടാതെ വീണ്ടും നേരിൽ കാണാമെന്ന് പറഞ്ഞ് വിക്രമണി ഭട്ടിയോടൊപ്പം മടങ്ങി. കാര്യങ്ങളെല്ലാം ഇനി വേഗത്തിൽ വേണം. കാട്ടിൽ സുരക്ഷിതമായ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഭട്ടി പറഞ്ഞു, അതെ, കാട് 6 മാസം അവസാനിക്കാറായിരിക്കുന്നു. വിക്രമണിയിൽ നിന്ന് വിക്രമാദിത്യനായി മാറിയ രാജാവ് പറഞ്ഞു, 7 ദിവസത്തിനകം അങ്ങയുടെയും ചെമ്പകന്തിയുടെയും വിവാഹം നടത്തുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. അത് നടക്കണമെങ്കിൽ നമുക്ക് വീണ്ടും വേഷം മാറുകയേ തരമുള്ളൂ, ഭട്ടി പറഞ്ഞു. ഇരുവരും ചേർന്ന് അടുത്ത നീക്കത്തെപ്പറ്റി ചർച്ച ചെയ്തു. ഭട്ടി ഒരു ഇന്ദ്രജാലക്കാരിയുടെ വേഷമണിഞ്ഞ് നേരെ വിജയനഗരത്തിലെത്തി. ആ സമയം ചില കഴക്കൂത്താടികൾ നാടുനീളെ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിച്ച് അതുവഴി വരുന്നുണ്ടായിരുന്നു. ഭട്ടിയും അവരോടൊപ്പം ചേർന്നു. അവർ രാജാവിൻ്റെ മുന്നിലും പരിപാടി അവതരിപ്പിച്ചു. ചെമ്പകന്തി മാളിക ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി കഴക്കൂത്ത് കണ്ടു. പാട്ടും നൃത്തവും തുടങ്ങി വിവിധ ഇനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. ഒടുവിൽ ഭട്ടി എന്ന ഇന്ദ്രജാലക്കാരിയുടെ പ്രകടനം. തെളിഞ്ഞ മാനത്തേക്ക് നോക്കി ജാലക്കാരി കൈമുദ്രകൾ കാട്ടി. പെട്ടെന്ന് മഴക്കാർ ഉരുണ്ടുകൂടി. പടിഞ്ഞാറ് നിന്ന് കൊടുങ്കാറ്റടിച്ചു. പൊടിപടലങ്ങൾ ഉയർന്നു. മിന്നൽ പിണരുകൾ പാഞ്ഞു. ഇടിവെട്ടി. പേമാരിയിൽ നഗരം മുങ്ങി. രാജാവും കാണികളും പേടിച്ചു നിലവിളിച്ചു. പിന്നീട് എല്ലാം ശാന്തമായി. തെളിഞ്ഞ മാനം അവരെ നോക്കി പുഞ്ചിരിച്ചു. രാജാവ് വാ പൊളിച്ചിരുന്നു പോയി. താനീ കണ്ടതെല്ലാം മായയായിരുന്നെന്ന് വിശ്വസിക്കാൻ അദ്ദേഹം പണിപ്പെട്ടു. ഇന്ദ്രജാലക്കാരി തലകുനിച്ചു വണങ്ങി. അത്ഭുതം, അതിശയം, രാജാവ് ഉറക്കെ പറഞ്ഞു. നീ ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? എല്ലാം കണ്ട് എഴുന്നേറ്റ് നിൽക്കുകയായിരുന്ന രാജകുമാരി ചോദിച്ചു. എന്നെ എൻ്റെ മഹാഗുരു പഠിപ്പിച്ചതാണ്. അദ്ദേഹത്തിന് അറിയാവുന്നതിൻ്റെ 100-1 വിദ്യകൾ പോലും അടിയൻ അറിയില്ല, ഇന്ദ്രജാലക്കാരി പറഞ്ഞു. എങ്കിൽ അദ്ദേഹത്തെ ഒന്ന് കാണണമല്ലോ. നീ പോയി കൂട്ടിക്കൊണ്ടുവരൂ, രാജാവ് കൽപ്പിച്ചു. ക്ഷമിക്കണം മഹാജൻ, എൻ്റെ ഗുരു വനത്തിൽ ഏകാന്തവാസത്തിലാണ്. അദ്ദേഹം എങ്ങും പോകാറില്ല, ഭട്ടി പറഞ്ഞു. ഇത്രയേറെ വിദ്യകൾ വശമാക്കിയ മഹാസിദ്ധൻ കാട്ടിൽ തനിയെ കഴിയുകയോ? അവിശ്വസനീയം. ശരി, നാം അങ്ങോട്ട് ചെന്ന് അദ്ദേഹത്തെ കാണാം, രാജാവ് പറഞ്ഞു. ചെമ്പകന്തിക്കും ആ ഗുരുവിനെ കാണണമെന്ന് തോന്നി. രാജാവും പുത്രിയും പരിവാരസമേതം ഭട്ടിയോടൊപ്പം പുറപ്പെട്ടു. വനത്തിനു നടുവിൽ ഒരു ഗുഹാമുഖത്തെത്തി ഭട്ടി നിന്നു. പുലിത്തോൾ കൊണ്ടുണ്ടാക്കിയ ഒരു യവനിക ആ ഗുഹാമുഖം മറച്ചിരുന്നു. ശരി, ഇനി വിളിക്കൂ, നമുക്ക് അദ്ദേഹത്തെ കാണണം, രാജാവ് പറഞ്ഞു. ഇല്ല മഹാജൻ, അദ്ദേഹം സ്ത്രീകളെ കാണില്ല. ഞാൻ ഉൾപ്പെടെയുള്ളവർ ഈ തിരശ്ശീലയ്ക്ക് പിന്നിലിരുന്നാണ് വിദ്യകൾ പഠിച്ചത്, ഇന്ദ്രജാലക്കാരി പറഞ്ഞു. രാജാവ് തൻ്റെ മകൾ ചെമ്പകന്തിയെ നോക്കി. അവളെപ്പോലെയുള്ള വിചിത്ര തരക്കാർ വേറെയുമുണ്ടല്ലോ എന്ന ഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്ത്. യവനികയ്ക്ക് പിന്നിൽ കാൽപ്പെരുമാറ്റം കേട്ടു. രാജാവ് യവനികയെ നോക്കി ഇങ്ങനെ പറഞ്ഞു. അനിതരസാധാരണമായ അത്ഭുതസിദ്ധികൾ കൈവശമുള്ള അങ്ങയെപ്പോലുള്ളവർ ഇങ്ങനെ ഏകാന്തവാസം അനുഷ്ഠിക്കുന്നത് ശരിയല്ല. നാടെങ്ങും അറിയപ്പെടേണ്ട മഹാനാണ് അങ്ങ്. ഞാൻ സ്ത്രീകളെ നേരിൽ കാണില്ല, അതെൻ്റെ വ്രതമാണ്, മറശ്ശീലയ്ക്കപ്പുറത്ത് നിന്ന് ഗുരു മൊഴിഞ്ഞു. അതെന്താണ് അങ്ങനെയൊരു വ്രതം? അതിന് പ്രത്യേകിച്ച് കാരണമെന്തെങ്കിലുമുണ്ടോ? രാജാവ് ആരാഞ്ഞു. ഉണ്ട്, അതിന് മതിയായ കാരണമുണ്ട്. അങ്ങ് ചോദിച്ച സ്ഥിതിക്ക് ഞാനത് പറയാം. ഇതെൻ്റെ മുജ്ജന്മ കഥയാണ്. ഗുരു ആ കഥയിലേക്ക് കടന്നു. പണ്ട് ഭാരതാരണ്യം എന്നൊരു വനഭൂമിയിൽ വലിയൊരു മുളങ്കാടുണ്ടായിരുന്നു. ആ മുളങ്കാട്ടിൽ ശല്യൻ എന്നും ശല്യരി എന്നും പേരുമുള്ള 2 മാടപ്രാവുകൾ കൂടുകെട്ടി വസിച്ചിരുന്നു. അവർ ദമ്പതികളായിരുന്നു. ഗുരുവിൻ്റെ കഥ കേട്ടപാടെ ചെമ്പകന്തി മുന്നോട്ടാഞ്ഞിരുന്നു. അവളുടെ പുരികക്കൊടികൾ ചോദ്യഭാവത്തിൽ വളഞ്ഞു. ഗുരു കഥ തുടർന്നു. ശല്യന് ശല്യരി എന്ന് വെച്ചാൽ ജീവനായിരുന്നു. അവൾക്ക് വേണ്ടി എന്തു ചെയ്യാനും അവൻ ഒരുക്കമായിരുന്നു. ഏറെ കാലത്തെ പ്രാർത്ഥനയുടെ ഫലമായി ശല്യനും ശല്യരിക്കും 2 കുഞ്ഞുങ്ങൾ പിറന്നു.
ഇണക്കിളികളും അവരുടെ കുഞ്ഞുങ്ങളും ചേർന്ന് ജീവിതം സുഖസമൃദ്ധമായി മുന്നോട്ട് നീങ്ങി. ശല്യനും ശല്യരിയും എന്നും ഇരതേടി പറന്നുപോകും. വൈകുന്നേരമേ തിരിച്ചു വരൂ. ഒരു നാൾ അവർ കുഞ്ഞുങ്ങൾക്കായി ആഹാരം ശേഖരിച്ച് മടങ്ങി വന്നപ്പോൾ മുളങ്കാടിന് തീ പിടിച്ചതായി കണ്ടു. നിമിഷങ്ങൾക്കകം അഗ്നിജ്വാലകൾ കാടിനെ വിഴുങ്ങി. തങ്ങളുടെ കുഞ്ഞുങ്ങൾ അതിൽപ്പെട്ടു പോയതായി ശല്യനും ശല്യരിയും മനസ്സിലാക്കി. അവർ ഇരുവരും ചങ്കുപൊട്ടി കരഞ്ഞു. തങ്ങളുടെ കുഞ്ഞുങ്ങളില്ലാത്ത ലോകത്തിൽ ഇനി കഴിയുക അസാധ്യമാണെന്ന് ഇരുവർക്കും തോന്നി. പ്രിയേ, നമുക്കും ഈ തീയിൽ ആത്മാഹുതി ചെയ്യാം, ശല്യൻ പറഞ്ഞു. അതെ, നമുക്കിനി ഒരു ജീവിതം വേണ്ട, ശല്യരി സമ്മതിച്ചു. ഇരുവരും ആ അഗ്നിനാളങ്ങൾക്കു നേരെ പാഞ്ഞെടുത്തു. ശല്യൻ ആ തീയിലെരിഞ്ഞു. പക്ഷേ പെൺകിളിക്ക് മരിക്കാൻ ഭയമായിരുന്നു. അവൾ തീയുടെ സമീപമെത്തി പെട്ടെന്ന് പിന്തിരിഞ്ഞു. തൻ്റെ പ്രാണപ്രേയസി ജീവനോടുള്ള കൊതിമൂലം തന്നെ ഉപേക്ഷിച്ച് അകലേക്ക് പറന്നു പോകുന്നത് ശല്യൻ കണ്ടു. പെൺമനസ്സ് സ്വാർത്ഥത നിറഞ്ഞതാണെന്ന് അവൻ മനസ്സിലാക്കി. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ താൻ ഒറ്റയ്ക്കു കഴിയുമെന്നവൻ തീരുമാനിച്ചു. അപ്പോഴേക്കും തീ അവനെ വിഴുങ്ങിയിരുന്നു. പൂർവജന്മത്തിൽ സ്ത്രീയാൽ വഞ്ചിക്കപ്പെട്ട ആ ശല്യനാണു ഞാൻ, ഗുരു കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു. ആ ക്ഷണത്തിൽ ചെമ്പകഗന്ധി ചാടിയണീറ്റു. നിങ്ങൾ എന്താണ് പറഞ്ഞത്? ശല്യരി പറന്നുപോയെന്നോ? രക്ഷപ്പെട്ട് പറന്നകന്നത് ആൺകിളിയാണ്. ആണുങ്ങൾ വിശ്വാസവഞ്ചകരാണ്, അവൾ ഉറക്കെ പറഞ്ഞു. അല്ല, ആത്മാഹുതി ചെയ്തത് ശല്യനാണ്. പെൺകിളി പറന്നുപോയി. ഗുരുവും വിട്ടില്ല. ചെമ്പകഗന്ധി ആ മറച്ചീല വലിച്ച് ദൂരെ എറിഞ്ഞു. ഗുരുവിന് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു. തെറ്റ്, നിങ്ങൾ പറയുന്നത് നുണയാണ്. ആണുങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല. തേജസ്വിയായ ആ ഗുരുവിനെ നോക്കിയിരിക്കുകയായിരുന്നു മഹാരാജാവ്. ആ മുഖത്തുള്ള അസാധാരണമായ ചൈതന്യസ്ഫുരണം രാജാവിനെ വലുതായി ആകർഷിച്ചു. ചെമ്പകഗന്ധിയും ഗുരുവും തമ്മിൽ വാദപ്രതിവാദം മുറുകിയപ്പോൾ രാജാവ് ഇടപെട്ടു. ഒരുപക്ഷേ നിങ്ങൾ ഇരുവരും പറയുന്നത് ശരിയായിരിക്കാം. ഇണക്കിളി വഞ്ചിച്ചതായി ഇരുവരും തെറ്റിദ്ധരിച്ചു. അങ്ങനെ കരുതിയാകാം ഇരുവരും മരിച്ചത്. സത്യത്തിൽ ആരും ആരെയും വഞ്ചിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇരുവരും ഈ ജന്മത്തിലും തമ്മിൽ കണ്ടത്. പെട്ടെന്ന് ചെമ്പകഗന്ധി മൗനത്തിലായി. ഗുരുവും തർക്കം നിർത്തി. അവരിരുവരും അന്യോന്യം നോക്കി ഒരു നിമിഷം നിന്നുപോയി. നോക്കൂ, കഴിഞ്ഞ ജന്മത്തിൽ ഒന്നായി കഴിഞ്ഞവരാണ് നിങ്ങൾ. എന്തുകൊണ്ട് ഈ ജന്മത്തിലും ഒരുമിച്ച് ജീവിച്ചുകൂടാ? രാജാവ് ചോദിച്ചു. ചെമ്പകഗന്ധി ലജ്ജയോടെ മുഖം കുനിച്ചു. ആ മൗനം സമ്മതലക്ഷണമായി രാജാവിന് തോന്നി. ഗുരുവിനും ആ ബന്ധം സമ്മതമായി. ആർഭാടപൂർവം അവരുടെ വിവാഹം നടന്നു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഭട്ടി തൻ്റെ യഥാർത്ഥ വേഷത്തിൽ രാജമന്ദിരത്തിലെത്തി വിക്രമാദിത്യനോട് ഇങ്ങനെ പറഞ്ഞു. അല്ലയോ പരമവീരനായ വിക്രമാദിത്യ മഹാരാജാവേ, അങ്ങയുടെ കാടാറുമാസക്കാലം അവസാനിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഉജ്ജയിനിയിലേക്ക് മടങ്ങാം. വിക്രമാദിത്യൻ പുഞ്ചിരിച്ചുകൊണ്ട് ചെമ്പകഗന്ധിയെ നോക്കി. അപ്പോഴാണ് തൻ്റെ വരൻ സാക്ഷാൽ വിക്രമാദിത്യനാണെന്ന വിവരം ചെമ്പകഗന്ധിയും കൊട്ടാരത്തിലുള്ളവരും മനസ്സിലാക്കുന്നത്. അതോടെ അവിടെ ആഘോഷ പെരുമഴ പെയ്തിറങ്ങി. ഉലകം നമിക്കുന്ന രാജപ്പെരുമ വിക്രമാദിത്യ ചക്രവർത്തി തൻ്റെ മരുമകനായി വന്നു ചേർന്നതിൽ വിജയനഗര രാജാവിന് അത്ഭുതവും ആദരവും അഭിമാനവും ആഹ്ലാദവും ഒരുമിച്ചുണ്ടായി. സാലഭഞ്ജിക കഥ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ 4-ാം നാളിൻ്റെ പകൽ വിളക്ക് എരിഞ്ഞു തീർന്നിരുന്നു. ഭോജരാജാവിന് സന്ധ്യാവന്ദനത്തിനുള്ള സമയമായി.